ഹലോ ഹായ്. സോ നേരത്തെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പഠിച്ചു. അത് ലോക്കലി എങ്ങനെ റൺ ചെയ്യാമെന്ന് പഠിച്ചു. സോ ലോക്കലി നമ്മൾ പോസ്റ്റ്മാൻ റൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ മാത്രമേ നമ്മൾ പോസ്റ്റ്മാനിൽ സേവ് ചെയ്ത് വെച്ച റിക്വസ്റ്റുകളുടെ ലിസ്റ്റുകളും ഹിസ്റ്ററിയും നമുക്ക് കാണാൻ സാധിക്കും. സോ അതിനായിട്ട് നമുക്ക് ഏതൊരു സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിൽ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത് വെച്ചിട്ടുള്ള പോസ്റ്റ്മാൻ റിക്വസ്റ്റ് ലിങ്കുകൾ, അതുപോലെ തന്നെ പോസ്റ്റ്മാൻ ഹിസ്റ്ററികൾ, അതുപോലെ തന്നെ പ്രൊജക്റ്റ് റിക്വസ്റ്റുകൾ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇപ്പോൾ നേരത്തെ ഞാൻ ചെയ്തത് ജസ്റ്റ് ലോക്കലായിട്ടായിരുന്നു. അതായത് നമ്മൾ പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓർ കണ്ടിന്യൂ വിത്ത് ലൈറ്റ് വെയ്റ്റ് API ക്ലയൻറ്റ് എന്നായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിൽ നമ്മൾ പോസ്റ്റ്മാൻ ഉപയോഗിച്ചാൽ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ മാത്രമേ ഇത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മളിത് സേവ് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമ്മൾ സിസ്റ്റം ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അത് ഡിസ്ട്രോയ് ആവുന്നതായിരിക്കും. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് പോസ്റ്റ്മാനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയാം. സോ അതിനായിട്ട് പോസ്റ്റ്മാൻ്റെ വെബ്സൈറ്റിൽ പോയതിന് ശേഷം ഇവിടെ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പോസ്റ്റ്മാനിൽ രജിസ്റ്റർ ചെയ്യാം. സോ ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന മെത്തേഡ് മാത്രം പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ അക്കൗണ്ട്, ഈ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നും നമുക്ക് സൈൻ അപ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെയുള്ളൊരു ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് വർക്കിംഗ് ഇമെയിൽ, യൂസർ ID ആൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രീവിയസ് പേജിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് സൈൻ അപ്പ് കൊടുക്കാൻ സാധിക്കും. സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ അത് വെച്ചിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാനിത് എൻ്റെ സിസ്റ്റത്തിൽ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ പ്രോബ്ലം ഇല്ല. കാരണം ഞാനിപ്പോൾ ഇത് ഡെമോൺസ്ട്രേഷന് വേണ്ടി ഒരു എമുലേറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ എങ്ങനെയാണ് സൈൻ ചെയ്ത ഒരു അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ആ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു പോസ്റ്റ്മാനിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഡാറ്റാസും നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ അത് നമുക്കിവിടെ ടെസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാം. ജസ്റ്റ് അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. സോ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള കുറേ ഒരു കളക്ഷൻസ്, APIയുടെ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം APIയുടെ കളക്ഷൻസ് ആണ്. സോ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കളക്ഷൻസ്, പുതിയൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിരവധി ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ബ്ലാങ്ക് കളക്ഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ആകും. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ പേര്, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലോഗ് ആപ്പാണ്. ബ്ലോഗ് ആപ്പ് ആയിരിക്കുമല്ലോ APIയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പോസ്റ്റ്മാൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിവിടെ ബ്ലോഗ് _ അല്ലെങ്കിൽ സ്പേസ് ഇട്ടിട്ട് നമുക്ക് ആപ്പ് എന്ന് കൊടുക്കാം. സോ ഇവിടെ നമുക്കൊരു കളക്ഷൻ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് പുതിയ ഒരു ആഡ് റിക്വസ്റ്റ്, അതായത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗെറ്റ് മെത്തേഡ് ഉണ്ടാകും, പോസ്റ്റ് മെത്തേഡ് ഉണ്ടാകും, എല്ലാ മെത്തേഡുകളും ഉണ്ടാകും. ഈ ഒരു റിക്വസ്റ്റ് നമുക്ക് ഇവിടെ ചെയ്തതിന് ശേഷം അതിൻ്റെ റെസ്പോൺസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഓൾറെഡി കുറച്ച് മെത്തേഡ്സ്, അതായത് നമ്മുടെ ബ്ലോഗ് ആപ്പിൻ്റെ API ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് രജിസ്ട്രേഷൻ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ വരുന്നത് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു API ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ബേസ് URL എന്ന് പറയുന്ന ഒരു API ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബലി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. സോ നമുക്കിവിടെ ഈ ഒരു API എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ API വരുന്നത് ഒരു പോസ്റ്റ് മെത്തേഡ്. സോ ഞാൻ ഈ APIയിൽ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന API ആയതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഒരു മെയിൽ ID ഞാൻ ജസ്റ്റ് ടെസ്റ്റ് മെയിൽ ID എന്ന് പറയുന്നത് test@gmail എന്ന് പറയുന്ന ഒരു മെയിൽ ID ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ജെൻഡർ കൊടുത്തു. അതുപോലെ തന്നെ ഒരു നമ്മുടെ ഇമേജിൻ്റെ ഒരു ലിങ്ക് കൊടുത്തു. ഞാനിവിടെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയാണ്, സെർവറിലോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയാണ്. സോ ഇവിടെ ഒരു എറർ കാണാം. സോ എറർ കാണാൻ കാരണം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള
ലോക്കൽ സിസ്റ്റത്തിലായതുകൊണ്ട് ലോക്കൽ സിസ്റ്റത്തിനകത്ത് API ഇപ്പോൾ റണ്ണിങ് അല്ല, അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ലോക്കൽ സിസ്റ്റത്തിനകത്ത് പോയിട്ട് ഞാൻ നമ്മുടെ API ഒന്ന് റണ്ണ് ചെയ്യാം. അതിനുശേഷം നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് റൺ ചെയ്യാനുള്ള കമാൻഡ് ഇവിടെ എൻ്റർ ചെയ്യാം. സോ ഇപ്പോൾ നമ്മുടെ Node.js റൺ ആവുന്നുണ്ട്. ഇത് Node.jsൻ്റെ ക്ലാസ് അല്ല. സോ ഞാൻ ജസ്റ്റ് ആ API വർക്ക് ആകാത്തത് കൊണ്ട് ഞാൻ ആ പോസ്റ്റ്മാൻ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ലോക്കൽ സിസ്റ്റത്തിലുള്ള API ഞാൻ ജസ്റ്റ് റൺ ചെയ്തതെന്ന് മാത്രം. സോ ഇവിടെ സ്റ്റാർട്ടിങ് നോഡ് സെർവർ എന്ന് കാണിക്കുന്നുണ്ട്. സോ സെർവർ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. സോ അതിന് ശേഷം ഞാൻ ഇവിടെ നിന്നും ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ റെസ്പോൺസ് സക്സസ്ഫുൾ ആയിരിക്കും. ഇവിടെ കാണാൻ നമുക്ക് ക്രിയേറ്റഡ് 2.1 ആണ് നമുക്ക് റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇത് സക്സസ് ആണെന്ന് അർത്ഥം. സോ ഇവിടെ നമുക്ക് കാണാം എത്ര മില്ലി സെക്കൻഡ് എടുത്തിട്ടാണ് ആ റിക്വസ്റ്റ് പോയ റെസ്പോൺസ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് വന്നത്. ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര MB അല്ലെങ്കിൽ എത്ര സൈസ് എടുത്തു, ഇത് നമുക്ക് കുറച്ച് ബിറ്റുകൾ മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ. സോ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ ഞാനൊരു തെറ്റായിട്ടുള്ളൊരു API ലിങ്ക് ഞാൻ സെൻഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന 111 എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനൊരു API ഇല്ല നമ്മുടെ സെർവർ സിസ്റ്റത്തിനകത്ത്. സോ ഞാൻ ജസ്റ്റ് ഇത് സെൻഡ് ചെയ്തു. എന്തായിരിക്കും റെസ്പോൺസ് വരുന്നത്? 4 not 4, അതായത് നോട്ട് ഫൗണ്ട്. ഇങ്ങനൊരു API ഇല്ലാത്തതിനാൽ നമ്മുടെ സെർവറിൽ നിന്നും ഇങ്ങനൊരു റിക്വസ്റ്റ് നമുക്ക് റിട്ടേൺ ആയിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു API വർക്കിംഗ് ആണോ അല്ലേ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മളിവിടെ ഇനിയിപ്പോൾ ആ API ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ API ആണ് ഇവിടെ ചെക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഇത് ലോഗിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. ലോഗിൻ ചെയ്തു. സോ ലോഗിൻ ചെയ്യാനായിട്ട് ലോഗിൻ എന്ന് പറയുന്ന API വിളിച്ചു. അതായത് ഇവിടെ API വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാം. ഗ്ലോബലി ഞാൻ ബേസ് URL സെറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ APIൻ്റെ ഫുള്ളായിട്ടുള്ള ഡയറക്ടറി വരുന്നത്. ഇവിടെ കാണാം നമുക്ക് ആ APIയുടെ ഡയറക്ടറി അതാണെന്ന്. ലോക്കൽ ഹോസ്റ്റ് 800 പോർട്ടിലാണ് ഇത് റൺ ആയിട്ടുള്ളത്. അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് 800 പോർട്ട് API ഇവിടെ നമുക്ക് കാണാം. API രജിസ്റ്റർ എന്ന് പറയുന്ന ഇത് കാണാം കോൾ ചെയ്തുകൊണ്ട്. അപ്പോൾ API എന്നുള്ള സഫിക്സിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. സോ API എന്ന് പറയുന്നത് നമുക്ക് API /login എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് API ലോഗിനിലോട്ട് പോകും, API എന്ന ഇതിലോട്ട് പോകും. സോ ഇവിടെ നിന്നും ഞാൻ ഈ APIയിലോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. ഈ പാസ്വേഡ് എൻ്റർ ചെയ്ത് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. ഇവിടെ എന്ത് സംഭവിക്കാൻ നോക്കാം. ക്യാൻസൽ ചെയ്ത് ഞാൻ ഒന്നുകൂടി സെൻഡ് ചെയ്യാം. ഇതിലെന്തോ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഞാൻ അൺഡു അടിച്ചിട്ട് ലോഗിൻ എന്ന് തന്നെ കൊടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ API MongoDBയിലാണ് അതിൻ്റെ ബാക്കെൻഡ് കിടക്കുന്നത്. ഡാറ്റാബേസ് നെറ്റ്വർക്കിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അത് കാരണമായിരിക്കും റെസ്പോൺസ് വരാത്തത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ APIസും ഈ പോസ്റ്റ്മാൻ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരും നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാണ് ഈ ഗ്ലോബൽ വേരിയബിൾ സെറ്റ് ചെയ്യുകയെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഇതിൽ നിരവധി APIs നമുക്ക് കാണാൻ സാധിക്കും. ഗെറ്റ് ബൈ ബ്ലോഗ് ID, ഇത് എല്ലാത്തിനും നമ്മൾ ഇതുപോലെ ഈ ഒരു ലിങ്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കുറേ സൈസുമാകും നമ്മുടെ ഈ ഒരു ഫയലിന്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഗ്ലോബലി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ജസ്റ്റ് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ അത് എങ്ങനെയാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.